നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ നാലപ്പാടം പത്മനാഭൻ മാസ്റ്ററാണ്. കവി, എഴുത്തുകാരൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നോവലിസ്റ്റ്, രചന, സംവിധാനം, അഭിനയം തുടങ്ങിയ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. തൻ്റെ ബാല്യകാല സ്മരണകളും നാട്ടിൻപുറത്തെ ഉത്സവങ്ങളും ആഘോഷങ്ങളും തെയ്യങ്ങളും ജീവിത അനുഭവങ്ങളും ഒരു വെള്ളക്കടലാസിൽ എഴുതി വച്ചപ്പോൾ അത് മലയാളത്തിന്റെ വസന്തോത്സവമായി മാറി. മലയാള ഭാഷയ്ക്ക് പത്മനാഭൻ മാസ്റ്റർ നൽകിയ സംഭാവനകൾ വളരെ വളരെ വലുതാണ്. ഒരുപാട് പുരസ്കാരങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിഷയം മധുരം മലയാളം. മലയാള ഭാഷയുടെ മധുരം നമുക്ക് ആസ്വദിക്കാമെന്ന്. 4.5 പതിറ്റാണ്ട് കാലത്തോളം മലയാള ഭാഷയെ സമ്പന്നമാക്കിയ എൻ്റെ നാട്ടുകാരനും കുടുംബ സുഹൃത്തുമായ നാലപ്പാടം പത്മനാഭൻ മാസ്റ്ററെ വളരെ ആദരപൂർവവും അഭിമാനപൂർവവും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ. എല്ലാവർക്കും നമസ്കാരം. വാക്കേ വാക്കേ കൂടവിടെ വളരുന്ന നാവിന്റെ കൊമ്പത്ത്, വാക്കേ വാക്കേ കൂടവിടെ ഒളിതിങ്ങും തൂവലിൻ തുഞ്ചത്ത് എന്നാണ് നമ്മുടെ ഒരു മലയാളത്തിലൊരു കവി പാടിയിട്ടുള്ളത്. നമ്മളൊക്കെ കാക്കേ കാക്കേ കൂടവിടെ എന്ന് പാടുന്ന സമയത്ത് കവി പാടുന്നു വാക്കേ വാക്കേ കൂടവിടെ വളരുന്ന നാവിന്റെ കൊമ്പത്ത് എന്ന്. വാക്കുകൾ കൂടുകെട്ടുന്നത് വളരുന്ന നാവിന്റെ കൊമ്പത്താണ്. എല്ലാവരുടെയും നാവിന്റെ കൊമ്പത്താണ് വാക്കുകൾ കൂടുകെട്ടുന്നത്. വാക്കുകൾ കൂടുകെട്ടുന്നത് ഒളിതിങ്ങും തൂവലും തുഞ്ചത്താണ്. അതായത് എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുതുന്ന ആളുടെ തൂലികയുടെ പേനയുടെ തുഞ്ചത്താണ് വാക്കുകൾ കൂടുകെട്ടുന്നത്. വാക്കുകൾ ഹൃദയത്തിലേക്ക് പക്ഷികളെ പോലെ പറന്നു പോകുന്നു. നമ്മുടെ വാക്കുകൾ കൂടുകെട്ടുന്ന ഇടമാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഓരോ ഭാഷയിലും വാക്കുകൾ ഹൃദയത്തിലേക്ക് ഉള്ള ഒരു അറിവിന്റെ അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ ഉപാധിയായിട്ട് പറന്നു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നതും നമുക്ക് ആശയവിനിമയം സാധിക്കുകയും ചെയ്യുന്നത്. അച്ഛനും അമ്മയും വാക്കെന്നു കേട്ടു ഞാൻ അക്ഷരപ്പിച്ച നടന്നു, നിലാവിന്റെ നീലവാനം പോലെ ഞാൻ ഊറി വന്നൊരാ നാദമൂകാചലം എന്നിലലിഞ്ഞുപോയി. മക്കളെ എന്നു തേനൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു വളർത്തും വയമ്പ്, ഇന്നൊരാൾ പൊക്കത്തിൽ എന്നെ എടുത്തുയർത്തും വൻപ്, ചൊൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും എന്നാണ് വി മധുസൂദനൻ നായർ എന്നൊരു കവി പാടിയിട്ടുള്ളത്. അച്ഛനും അമ്മയും വാക്കെന്ന് കേട്ട് ഞാൻ അക്ഷരപ്പിച്ച നടന്നു. അച്ഛനും അമ്മയാണ് നമ്മുടെ വാക്ക്. അച്ഛനും അമ്മയാണ് നമ്മളെ അക്ഷരപ്പിച്ച നടത്തുന്നത്. അങ്ങനെ അക്ഷരപ്പിച്ച നടത്തി നമ്മൾ ഇങ്ങനെ നടന്ന് അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. ഗുരുവിനെ ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് നമുക്കറിയാം അല്ലെ. ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചം പകരുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഭാവം ഗൗരവമാണ്. മാതാപിതാ ഗുരു ദൈവം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതിന്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത് മാതാവ് നമ്മുടെ അമ്മ പിതാവിനെ കാണിച്ചു തരുന്നു. അമ്മ പറയുന്ന ആളാണ് നമ്മുടെ പിതാവ്. അമ്മയാണ് നമ്മളെ പിതാവിനെ കാണിച്ചു തരുന്ന ആളാണ് എൻ്റെ അച്ഛൻ. നമ്മുടെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് അതാണ് നമ്മുടെ അച്ഛൻ. മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു. പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു. ഗുരു അതായത് പിതാവ് കാണിച്ചു തരുന്ന ആളാണ് ഗുരു. നമ്മൾ സ്കൂളിലാവട്ടെ അല്ലെങ്കിൽ ഗുരുകുലത്തേക്കാവട്ടെ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ചേർക്കുന്നത് ഒരു പക്ഷെ പിതാവായിരിക്കും. അപ്പൊ പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു. ഗുരു ദൈവത്തെ കാണിച്ചു തരുന്നു എന്നാണ്. ഗുരു അറിവിലൂടെ ജ്ഞാനത്തിലൂടെ വിദ്യയിലൂടെ നമുക്ക് ദൈവത്തെ കാണിച്ചു തരുന്നു. അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഇടനിലക്കാരനാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിലൂടെ ആണ് അല്ലെങ്കിൽ ഗുരുവിന്റെ സേവയിലൂടെ ഗുരു പൂജയിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം ലഭിക്കും.
നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള ഭാഷ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു വലിയ നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ളൊരു ഭാഷയല്ല. വലിയ കാരണം നമുക്കറിയാം ആദ്യകാലത്ത് പ്രാകൃത ഭാഷകളുണ്ടായി, പിന്നീട് സംസ്കരിക്കപ്പെട്ട സംസ്കൃത ഭാഷ ഉണ്ടായി, അതിന്റെ രൂപാന്തരമായിട്ട് പല പല ഭാഷകളും ഉണ്ടായി. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ ഇന്ന് തമിഴ്നാട് എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ പ്രദേശത്ത് കൊടുന്തമിഴ്, ചെന്തമിഴ് തുടങ്ങിയ ഭാഷകളുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് സംസ്കരിക്കപ്പെട്ടിട്ട് ഇന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷ ഉണ്ടായിത്തീർന്നു. നമ്മുടെ ഭാഷ എന്ന് പറയുന്ന മലയാള ഭാഷ എന്ന് പറയുന്ന ഒരു ആര്യദ്രാവിഡ സങ്കരത്തിന്റെ ഒരു ഭാഷയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. സംസ്കൃത ഭാഷയുടെയും തമിഴ് ഭാഷയുടെയും കൂട്ടായ്മയിലെ കൂടിച്ചേരലിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു സങ്കര ഭാഷ. അതാണ് പിന്നീട് ഇത്രയും മനോഹരമായ മലയാള ഭാഷ ആയി മാറിയത്. തമിഴിന്റെ സംസ്കാരവും ലാര്യന്മാരുടെ ആഗമന, തമിഴ് ഭാഷയുടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരു ദ്രാവിഡ ഭാഷയുടെ സംസ്കാരം ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തേക്ക് ആര്യന്മാര് കടന്നു വരികയും അപ്പൊ അവരുടെ ഭാഷ, അവരുടെ സംസ്കൃത ഭാഷ, അത് സംസ്കരിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടൊരു ഭാഷയാണ് സംസ്കൃത ഭാഷ എന്ന് പറയുന്നത്. ആ സംസ്കൃത ഭാഷയുടെ ഒരു കൂടിച്ചേരലിലൂടെ, തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും കൂടിച്ചേരലിലൂടെ ഉണ്ടായിത്തീർന്നൊരു ഭാഷയാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാള ഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ താൻ ഭാഷ താൻ, അമ്മതന് വാത്സല്യ ദുഗ്ധം നുകർന്നാലേ തന്മക്കൾ പൂർണ്ണ വളർച്ച നേടൂ എന്നാണ് നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ച്, അല്ലെ എല്ലാവരുടെയും മാതൃഭാഷയെക്കുറിച്ച് നമുക്ക് പറയാവുന്നത്. മാതൃഭാഷ നമ്മുടെ പെറ്റമ്മയാണ്, മറ്റുള്ള ഭാഷകള് നമ്മുടെ വളർത്തമ്മയാണ്. അപ്പൊ അമ്മയുടെ മുലപ്പാല് കുടിച്ചാല് തന്മക്കൾ, എല്ലാ മക്കളും പൂർണ്ണ വളർച്ച തേടും എന്നും പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാതൃഭാഷയുടെ ഒരു ചരിത്രത്തിലുള്ള മധുരത്തെ വ്യക്തമാക്കി തരാനുള്ളൊരു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു വേദിയാണ് ഇത്. നമുക്കറിയാം നമ്മുടെ ഓരോ ഭാഷയുടെയും വലിയൊരു പാരമ്പര്യം സാഹിത്യത്തിൻ്റെതാണ്. ഭാഷ സംസ്കരിക്കപ്പെടുന്ന സമയത്ത് ഭാഷ അതിലൂടെ മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് സാഹിത്യ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, സംസ്കൃതത്തിലാണ് ശരി, ആദികാവ്യം മുതൽക്ക് ഇങ്ങോളം ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആദികാവ്യമായിട്ടുള്ള വാൽമീകി രാമായണം മുതൽ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇതിഹാസം രാമായണവും മഹാഭാരതവുമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇതിഹാസം. വ്യക്തിപരമായിട്ട് പറയട്ടെ, ഞാൻ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ വിഷയം ഭാരതീയ ഇതിഹാസങ്ങളുടെ സ്വാധീനം മലയാള സാഹിത്യത്തിൽ എന്നുള്ളതാണ്. അതിപ്പോ എൻ്റെ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്നൊരു സമയമാണ്. അപ്പോൾ വാൽമീകി രാമായണത്തെയും വ്യാസമഹാഭാരതത്തെയും അടിസ്ഥാനപ്പെടുത്തി മലയാളത്തിലുണ്ടായിട്ടുള്ള സാഹിത്യ കൃതികളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തി വന്നിട്ടുള്ളത്. ഒരു റിസർച്ച്, ഒരു ഗവേഷണമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ ആദ്യകാലത്ത് ഒരുപാട് തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും ഒക്കെ സങ്കര ഭാഷയിൽ തന്നെ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, തമിഴിന്റെ തന്നെ ഇപ്പൊ രാമചരിതം തുടങ്ങിയ കൃതികൾ, ആദ്യകാല കൃതികളിലൊക്കെ തമിഴ് ഭാഷയുടെ ഒരു ആധിക്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അത് ഒരുപക്ഷെ നമ്മുടെ പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്ന തരത്തിൽ എഴുത്തച്ഛനാണ് ആ തമിഴിന്റെയും സംസ്കൃതത്തിന്റെയും സങ്കരത്തെ ഒരു തെളി മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ മലയാളത്തിലേക്ക് കൊണ്ടുവന്നതും. വാരിധി തന്നെ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നിയണം കാലേ കാലേ എന്നായിരുന്നു എഴുത്തച്ഛന്റെ പ്രാർത്ഥന. ഒരു സമുദ്രത്തിൽ തിരമാലകൾ ഉണ്ടാകുന്ന പോലെ തുടർച്ചയായിട്ട് പിന്നെയും എൻ്റെ നാവിൽ നിന്ന് വാക്കുകൾ തുടർച്ചയായിട്ട് പ്രവഹിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു എഴുത്തച്ഛൻ്റെത്. അത് തന്നെയാണ് എല്ലാ മനുഷ്യരുടെയും, എല്ലാ കവികളുടെയും, എല്ലാ വർത്തമാനം പറയുന്ന എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥന. വാക്കുകൾക്ക് മുട്ടുണ്ടാവരുത്, ഒരു തിര കഴിഞ്ഞ് പിന്നെയും ഒരു തിര വരുന്നത് പോലെ തുടർച്ചയായിട്ട് അനർഗളമായിട്ട് എൻ്റെ നാവിൻ തുമ്പത്ത് നിന്ന് വാക്കുകൾ ഉണ്ടാവണേ എന്നാണ് ഓരോ വ്യക്തിയുടെയും, ഭാഷ ഉപയോഗിക്കുന്ന ഓരോ അധ്യാപകന്റെയും അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെയും, ഓരോ വ്യക്തിയുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന. വാക്കുകൾക്ക് മുട്ടുണ്ടാവരുത്, വാക്കുകൾക്ക് തടസ്സമുണ്ടാവരുത് എന്നതാണ്. നമുക്കറിയാം, ചെറുശ്ശേരി എഴുത്തച്ഛന് മുമ്പ് തന്നെ മലയാള ഭാഷ ഒരു പച്ച മലയാളത്തിൽ, ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ
ഉത്തര കേരളത്തിലെ ഒരു കവി ആയിരുന്നു ഈ ചെറുശ്ശേരി നമ്പൂതിരി. കണ്ണൂര് നമ്മുടെ ചെറുശ്ശേരി ഇല്ലത്ത്, കണ്ണൂര് നമ്മുടെ കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ മഹാരാജാവിന്റെ ആശ്രിതനായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി എന്ന് ആണ് ചരിത്രം പറയുന്നത്. അജ്ഞയെ കോലഭൂപസ്യ പ്രജ്ഞസ്യോദയവർമ്മണ കൃതായാം കൃഷ്ണഗാഥയ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പാലാഴി മാതുതാൻ പാലിച്ചു പോരുന്ന കോലാധിനാഥൻ ഉദയവർമ്മൻ അജ്ഞയെ ചെകിയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചപ്പോഴാണ് ഈ കൃഷ്ണഗാഥ ഉണ്ടായത് എന്നാണ് ചെറുശ്ശേരി തന്നെ പറയുന്നത്. അതായത് കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ മഹാരാജാവ് കൽപ്പിച്ച സമയത്ത് ആ രീതിയിലാണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ച് തന്നെ ഒരു കഥ പറയുന്നുണ്ട്. കോലത്തുനാട് രാജാവായിട്ടുള്ള ഉദയവർമ്മനും മറ്റൊരാൾ ചെറുശ്ശേരിയും തമ്മിൽ ഒരു എന്താ പറയാ, ഈ ചതുരംഗം കളിക്കുന്ന സമയത്ത് അതില് പിന്നെ രാജാവ് തോൽക്കും എന്ന് വന്ന സമയത്ത് രാജാവിന്റെ ഭാര്യ ഉള്ളിൽ അത് മനസ്സിലാക്കിയിട്ട് ഒരു താരാട്ട് പാട്ട്, തന്റെ കുഞ്ഞിനെ താരാട്ട് പാട്ടുന്ന ഭാവത്തിൽ കുഞ്ഞിനെ താരാട്ട് പാടിക്കൊണ്ട് ഒരു ഒരു പാട്ട് പാടി എന്നാണ് പറയുന്നത്. തുന്തുൻ തുൻ 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 തളയുണ്ട്. അപ്പൊ അത് ഉന്തുന്ത് ഉന്ത് 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 ആളയുന്ത്, അത് ചതുരംഗത്തിൽ അത് കാലാളെ ഉന്തിയാൽ ജയിക്കും എന്ന് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും രാജാവ് കാലാളിനെ മുന്നോട്ട് വെക്കുകയും അങ്ങനെ രാജാവ് ചതുരംഗയിൽ ജയിക്കുകയും ചെയ്തു എന്നൊരു കഥ. അപ്പൊ രാജാവിന് ആ താളം തന്റെ ഭാര്യ പാടി അല്ലെങ്കിൽ തമ്പുരാട്ടി പാടി ആ ഒരു ഈണം രാജാവിന് വളരെ രസിക്കുകയും രാജാവ് ഉടൻ തന്നെ ചെറുശ്ശേരിയോട് പറയുകയും ചെയ്തു ഈ ഈണത്തിൽ ഒരു കാവ്യം ഉണ്ടാക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ വരികൾ ഉൾപ്പെടെ പലാഴി മധുതാൻ പാലിച്ചു പോരുന്ന കോലാധീനാഥൻ ഉദയവർമ്മൻ ആജ്ഞയെ ചെയ്കയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്നിങ്ങനെ ഭാവിച്ചപ്പോൾ. ഈ ശ്രീകൃഷ്ണ കഥ അടിസ്ഥാനപ്പെടുത്തി ഭാഗവൻ ദശമസ്കന്ധത്തിലെ ശ്രീകൃഷ്ണ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചെറുശ്ശേരി നമ്പൂതിരി കൃഷ്ണപാട്ട് അല്ലെങ്കിൽ കൃഷ്ണഗാഥ രചിക്കുന്നതും അതിൽ തന്നെ ഏറ്റവും വേദാന്തമായ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലുള്ള ചില നിരീക്ഷണങ്ങളും ഉണ്ട്. ശ്രീകൃഷ്ണന്റെ കഥ അതിമനോഹരമായിട്ട്, ശ്രീകൃഷ്ണന്റെ ജീവിതത്തെ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കൃതിയാണ് കൃഷ്ണപാട്ട് എന്ന് പറയുന്നത്. അതില് നമ്മുടെ ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വേദാന്ത ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില തത്വചിന്തകളും ഈ കൃഷ്ണപ്പാട്ടിലുണ്ട്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് പാലിക്കൂമീശൻ വിരുദ്ധനായി നിൽക്കുമ്പോൾ പാലും വിഷം തന്നെയായി കൂടും, പാരാതെ നിന്നവൻ പാലിച്ചു പോരുമ്പോൾ പാലായി തിരുമേ ഖഗോളവും എന്നാണ്. അതായത് പാലിക്കുമീശൻ, നമ്മുടെ വിധാതാവ്, നമ്മുടെ വിധി, ദൈവം വിരുദ്ധനായി നിൽക്കുമ്പോൾ നമുക്ക് കാലം വിരുദ്ധമായിട്ടല്ലേ അനുകൂലമല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാല് പോലും വിഷമായി മാറും. പക്ഷേ അവൻ പാരാതെ നിന്നവൻ പാലിച്ചു പോരുമ്പോൾ നമ്മുടെ കാലം അനുകൂലമാണെങ്കിൽ പാലായി തീരുമേ കാകോളവും, വിഷം കുടിച്ചാൽ അത് പാലായി മാറും എന്നാണ്, പാലായി മാറും, നമുക്ക് അനുകൂലമായി മാറും എന്നാണ് കവി പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ അല്ലെ മനുഷ്യ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്ന ദാർശനികമായ തലങ്ങൾ എന്ന അതാണ് നമ്മുടെ കവിത അല്ലെങ്കിൽ നമ്മുടെ കാവ്യ പാരമ്പര്യം. ഇങ്ങനെ നമ്മുടെ മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ, നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്ന ചില വരികൾ ഉൾക്കൊണ്ടതാണ്. അത് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിലുള്ള ആശയം മനസ്സിലാവുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എഴുത്തച്ഛനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ. സംസ്കൃതത്തിന്റെയും പിന്നെ തമിഴിന്റെയും പിടിയിൽ നിന്നും അതിന്റെ ഒരു സങ്കര ഭാഷയെ അതിനെ ശുദ്ധമായ രീതിയിൽ, പ്രൗഢമായ രീതിയിൽ മലയാളത്തെ പിന്നെ വാർത്തെടുത്ത കവിയാണ് എഴുത്തച്ഛൻ എന്ന് പറയുന്നത്. എഴുത്തച്ഛന്റെ ഹരിനാമ കീർത്തനത്തില് അദ്ദേഹം പറയുന്നുണ്ട്, ഹരിനാമ കീർത്തനത്തില് പറയുന്നുണ്ട്, അതായത് ഈ ആർക്ക്
ആർക്കൊക്കെയാണ് നമ്മൾ ഹരിനാമ കീർത്തനം അല്ലെങ്കിൽ ഈശ്വര സങ്കീർത്തനം നടത്താൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനമിന്റെ ഒരു നാളും ആർക്കും ഉടനരുതാത്തതല്ല ഹരി നാരായണായ ജയ എന്നാണ് പറയുന്നത്. ഹരിനാമ കീർത്തനം ഈശ്വര സങ്കീർത്തനം എന്ന് പറയുന്ന എല്ലാ മനുഷ്യന്മാർക്കും ചെയ്യാവുന്ന ഒന്നാണ് എന്നാണ് ഹരിനാമ കീർത്തനം എന്ന് പറയുന്നത്. ഋതുവായ പെണ്ണിനത് ഉച്ചരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഋതുമതിയായ സ്ത്രീകൾക്ക് ഉച്ചരിക്കാം, പാഠം ഈശ്വരനാമം ഉച്ചരിക്കാം എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. ഋതുവായ പെണ്ണിന് ഇരപ്പൻ, തെണ്ടിക്കും ഈശ്വര നാമങ്ങൾ സങ്കീർത്തനം ചെയ്യാം. ഇരപ്പനും ദാഹകൻ എന്ന് പറഞ്ഞ ചണ്ടാലനാണ്. അതായത് ഈ ശ്മശാനത്തിൽ ശവം ദഹിപ്പിക്കുന്ന ആളുകളാണ് ദാഹകൻ. അപ്പൊ ദാഹകന് ചണ്ടാളന് പിന്നെ ഈശ്വര നാമം ജപിക്കാം. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും താഴ്ന്ന പറഞ്ഞാൽ ഏറ്റവും പതിക്കപ്പെട്ടവന്, ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകൾക്കും, അഗ്നിയജനം ചെയ്ത ഭൂസുരനും, അക്കിപ്പത്ത് അഗ്നിയജനം ചെയ്ത, അതായത് യാഗങ്ങൾ ചെയ്തിട്ടുള്ള ഭൂസുരൻ ബ്രാഹ്മണനും എല്ലാവർക്കും ഒരുപോലെ ഹരിനാമ കീർത്തനം ഉച്ചരിക്കാം. അതായത് നമ്മുടെ സംസാര ഭാഷ ഉച്ചരിക്കാം. കാരണം ഇതിപ്പോ നമുക്ക് പറയുന്ന സമയത്ത് വലിയ പിന്നെ പൊതുവെയൊന്നും തോന്നില്ല. കാരണം ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമുണ്ട്, പിന്നെ സാധ്യതയുണ്ട്. പക്ഷെ അന്ന് ഒരു താഴേക്കിടയിലുള്ള ആൾ, അല്ലെങ്കിൽ അന്നത്തെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്നത്തെ കാലത്ത് ഒരു താഴേക്കിടയിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാള് ഈ വേദങ്ങൾ ഉച്ചരിച്ചുവെങ്കിൽ അയാളുടെ നാവ് പിഴുതെടുത്ത് കളയുമായിരുന്നു. അന്നത്തെ കാലത്ത് 16-ാം നൂറ്റാണ്ടിലാണ് പറയുന്നത്. കേരളത്തിൽ തന്നെ അവൻ വേദമന്ത്രം കേട്ടു എന്നാൽ അവന്റെ കാത് ഈയം ഉരുക്കി ഒഴിക്കുമായിരുന്നു. അവനെ കൊല്ലുമായിരുന്നു. അപ്പൊ ഒരു പതിതനായിട്ടുള്ള ഒരാള് ഈ വേദമന്ത്രങ്ങൾ ചൊല്ലിയാലോ അല്ലെങ്കിൽ കേട്ടാലോ അയാളുടെ ജീവിതം പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അധികാരം, രാജാധികാരം അല്ലെങ്കിൽ ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് എഴുത്തച്ഛൻ പാടുന്നത് നമ്മുടെ പിന്നെ ഹരിനാമ കീർത്തനത്തിൽ പാടുന്നത് ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും പതിതനും അഗ്നിയജനം ചെയ്ത ഭൂസരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളു ആർക്കും ഉടൻ അരുതാത്തതല്ല ഹരി നാരായണായ ജയ എന്ന് പാടുന്നത്. നമുക്കറിയാം ഇത് രാമായണ മാസമാണ്. പ്രത്യേകിച്ച് മലയാളികൾ കർക്കിടക മാസത്തിലാണ് എഴുത്തച്ഛന്റെ രാമായണം ഒരു ഗ്രാമാന്തരങ്ങൾ അല്ലെങ്കിൽ വീടുകൾ തോറും വായിക്കുന്ന ഒരു മാസമാണിത്. അതൊരു സംസ്കാരത്തിന്റെ ഒരു പുനർനിർണയം കൂടിയാണ്. നമ്മുടെ ഭാഷയിലെ ഏറ്റവും മഹത്തായ കൃതി വായിച്ചിട്ട് നമ്മളൊരു റീചാർജ് ചെയ്യുക, സാംസ്കാരികമായിട്ട് നമ്മളെ ഒരു പുനർനവീകരിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് രാമായണം. രാമായണം വായിക്കണം എല്ലാവരും. ഓരോ ദിവസവും കുറേശ്ശെ ഭാഗങ്ങളായിട്ട് 30 ദിവസങ്ങൾ, ഒരു മാസം കൊണ്ട് കർക്കിടക മാസത്തിൽ പൂർത്തിയാക്കുന്ന സമയത്ത് രാമായണം വായിക്കുകയും കർക്കിടക മാസത്തിന്റെ കഷ്ടകാലങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു 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 പുതിയതല്ല, നമ്മുടെ ഒരു സാംസ്കാരികമായ ഒരു നവോത്ഥാനത്തിന്റെ, മാനസികമായ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പ്രവൃത്തിയാണ് രാമായണ പാരായണം എന്ന് പറയുന്നത്. ശ്രീരാമന്റെയും സീതയുടെയും കഥ വളരെ മനോഹരമായിട്ട്, അത് ആധ്യാത്മിക ചിന്തകളുള്ള, അത് ഓരോ പ്രാവശ്യം പറയുന്ന സമയത്തും ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമഭദ്ര ജയ എന്ന് പാടിക്കൊണ്ട് രാമനെ പുകഴ്ത്തിക്കൊണ്ടും നമ്മൾ അറിയാതെ ഈ കാവ്യം വായിക്കുന്ന സമയത്ത് ഒരു 10,000 വട്ടം രാമനാമം ജപിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി കൂടിയാണ് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം എന്ന് പറയുന്നത്. അല്ല, അതില് എത്രയോ മനോഹരങ്ങളായിട്ടുള്ള വരികളുണ്ട്. അതില് മനോഹരമായിട്ടുള്ളൊരു എനിക്ക് മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഒരു പ്രണയത്തെ കുറിച്ചാണ്. അതായത് സീത ഇവിടെ ലങ്കയിലാണ്, രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ട് ലങ്കയിൽ സീത ഇരിക്കുകയാണ്, കഴിയുകയാണ്. ശ്രീരാമനാകട്ടെ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് പക്ഷികളോടും വൃക്ഷങ്ങളോടും മറ്റ് എല്ലാ ജീവജാലങ്ങളോടും സീതയെ കണ്ടോ എൻ്റെ വൈദേഹിയെ കണ്ടോ എന്ന് വിലപിച്ചുകൊണ്ട് ശ്രീരാമൻ നടന്നു പോവുകയാണ്. അപ്പൊ ഒരു നിലാവുള്ള രാത്രി ശ്രീരാമൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുകയാണ്. അപ്പൊ നല്ല നിലാവ് അവിടെ പൂർണ്ണചന്ദ്രനെ കാണുകയാണ്. അപ്പൊ ശ്രീരാമൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ ലങ്കയിൽ
അല്ല ശ്രീരാം മനസ്സിലായി, രാവണനാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അത് പിന്നെ ഹനുമാനും മറ്റ് അവരൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായ ഒരു ശേഷമാണ് അവിടെ ലങ്കയിൽ സീത അവിടെ തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സീതയും ഇപ്പോൾ ഈ നിലാവിന്, ഈ ചന്ദ്രൻ, ഞാൻ കാണുന്ന അന്നത്തെ ഒരു പിന്നെ ഇന്നതൊക്കെ നമുക്കറിയാം, ടെക്നോളജി കൊണ്ട് നമുക്കറിയാം അല്ലെ, അതിന്റെ ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കറിയാം. അപ്പോ രാമൻ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ കാണുന്ന നിലാവ് അല്ലെ, ഭാരതത്തിൽ നിന്ന് കാണുന്ന നിലാവ് അവിടെ ലങ്കയിലിരുന്നിട്ട് സീതയും കാണുന്നുണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോ ഏഹ് ഏഹ് അല്ലയോ പൂർണ്ണചന്ദ്രം, ചന്ദ്രാംശു കൊണ്ട് നീ എന്നെ ഞാൻ ഇവിടുന്ന് നിന്നെ ഞാൻ എന്തിനു കാണുന്നു വല്ലഭേ ചന്ദ്ര, നിന്റെ ഈ അംശുക്കൾ കൊണ്ട്, നിന്റെ ഈ കിരണങ്ങൾ കൊണ്ട് നീ അവളെ മെല്ലെ മെല്ലെ തലോടിത്തതാ, എന്നെയും വന്നു തലോടുക സാദരം, നിന്നുടെ ഗോത്രജയല്ലോ ജനകജ എന്ന് പറയുന്നു. അതായത് എന്നെയും കാണാഞ്ഞു ചിന്തിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ, എന്നെയും കാണാഞ്ഞു ചിന്തിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്ര, ശിതാംശുകരങ്ങളാൾ അവളെ ചെന്ന് മന്ദമന്ദം തലോടിത്തതാ, എന്നെയും വന്നു തലോടുക സാദരം, നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. അല്ലയോ ചന്ദ്രനോട് പറയുകയാണ്, നീ എന്നെ കാണാതെ ചിന്തിച്ചിരിക്കുന്ന നിന്നെ, അതാണ് എന്നെ കാണാതെ ചിന്തിച്ചിരിക്കുന്ന നിന്നെ ഞാൻ എന്തിനു കാണുന്നു വല്ലഭേ സീതേ എന്ന് ഭാര്യ എന്ന് പറയുകയാണ്. അതുകൊണ്ട് അല്ലയോ ചന്ദ്ര, നിന്റെ കിരണങ്ങൾ കൊണ്ട് നീ ഈ ഇന്ത്യയിൽ ഭാരതത്തിൽ നിൽക്കുന്ന പിന്നെ എന്നെ കാണുന്നുണ്ട്, അതേപോലെ ലങ്കയിലുള്ള പിന്നെ സീതയും നിന്നെ കാണുന്നുണ്ട്. അപ്പൊ നിന്റെ കിരണങ്ങൾ കൊണ്ട്, ചന്ദ്രകിരണങ്ങൾ കൊണ്ട്, ചന്ദ്രന്റെ അംശുക്കൾ കൊണ്ട്, ചന്ദ്ര പ്രകാശം കൊണ്ട് നീ സീതയെ തലോടുക, എന്നിട്ട് ആ കൈകൾ കൊണ്ട് എന്നെ തലോടുക. ആ ഒരു സ്പർശത്തിന്റെ ഒരു സുഖം അല്ലെങ്കിൽ സന്തോഷം എനിക്ക് ലഭിക്കും. നമ്മൾ ഇന്ന് ഇന്റർനെറ്റ് ഒക്കെ ബേസ് നമുക്ക് അറിയാം, കാരണം ലോകം മുഴുവൻ അങ്ങനെ വ്യാപിച്ചിരിക്കും. പക്ഷെ അന്ന് പറയുകയാണ് രാമൻ പറയുകയാണ്, എന്നെയും വന്ന് തലോടുക സാദരം എന്ന് പറയുകയാണ്. അപ്പൊ പെട്ടെന്ന് രാമനൊരു സംശയം വരികയാണ്, ഒരു പുരുഷനോട്, ചന്ദ്രൻ ഒരു പുരുഷനായിട്ടാണ് സങ്കല്പിക്കുന്നത്, ഒരു പുരുഷനോട് തന്റെ ഭാര്യയെ തലോടാൻ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. അപ്പൊ പറയാണ്, നിന്നുടെ ഗോത്രജയല്ലോ ജനകജ, നിന്റെ സഹോദരിയാണല്ലോ ജനകജ, നിന്റെ സഹോദരി അവിടെയുണ്ട്, സഹോദരി ഒന്ന് തലോടിയിട്ട് ആ കിരണങ്ങൾ, ആ കൈകൾ കൊണ്ട് എന്നെയും തലോടുക, എനിക്ക് സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ അതിമനോഹരമായ പ്രണയത്തെ കുറിച്ച് രാമൻ വില്ലൊടിച്ച സമയത്ത്, സീതാ സ്വയംവര സമയത്ത് പറയുന്നുണ്ടല്ലോ, ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ, മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ, കൗതുകമുണ്ടായി വന്നു യദസി കൗശികനും. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം വന്നുടൻ നീലോൽപലമാലയും ഇട്ടിടിനാൽ, പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൽ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി, സ്വർണത്തിന്റെ നിറമുള്ള മൈഥിലി സീതാദേവി മനോഹരി സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം വന്നിട്ടും, ആദ്യം കണ്ണുകൾ കൊണ്ടാണ് മാലയിടുന്നത് എന്നാണ് രാമന് കടാക്ഷിക്കുന്നത്. മനോഹരമായ കണ്ണുകൾ ഉയർത്തിയിട്ട് സീത രാമനെ കടാക്ഷിക്കുന്നു. വന്നുടൻ നീലോൽപലമാലയും ഇട്ടിടുന്നു, പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടും. പിന്നാലെയാണ് വരണാർത്ഥമാല, കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ പൂകൊണ്ടുള്ള മാല ഇട്ടത് എന്ന് എഴുത്തച്ഛൻ പറയുന്നു. അപ്പൊ അങ്ങനെ അതിമനോഹരമായ വർണ്ണനകൾ കൊണ്ട്, അതിമനോഹരമായ അതിലെല്ലാ വികാരങ്ങളും, എല്ലാ ചിന്തകളും, എല്ലാ വിചാരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളും അല്ലെങ്കിൽ സമസ്ത രസങ്ങൾ ഉൾക്കൊള്ളിച്ച ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, യുദ്ധമൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് എഴുത്തച്ഛന്റെ ഭാവന അത്രയും ശക്തമായിട്ട് പോകുന്നത് കാണാം. അതുപോലെ സങ്കടത്തെക്കുറിച്ച്, വിരഹത്തെക്കുറിച്ച്, അവരുടെ പ്രണയത്തെക്കുറിച്ചൊക്കെ അതിശക്തമായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട്, ശക്തമെന്നല്ല അതിമനോഹരമായിട്ട് എഴുത്തച്ഛൻ രാമായണത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, മഹാഭാരതം, കിളിപ്പാട്ട് തുടങ്ങിയ കൃതികൾ, ഇതിഹാസ കൃതികൾ തന്നെ മലയാളത്തിന് കിളിപ്പാട്ട് രൂപത്തിൽ, ഒരു കിളി പാടുന്ന തരത്തിൽ, താൻ നേരിട്ട് പറയുന്നതിന് പകരം ഒരു കിളിയെ കൊണ്ട് ശാരിക പൈതലെ വന്ദിച്ചു
ചൊൽകടോ എന്ന് പറഞ്ഞിട്ട് ഒരു കിളിയെ വന്ദിച്ചുകൊണ്ട് ആ കിളി പാടുന്ന രീതിയിലാണ് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണവും മഹാഭാരതവും ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാഷയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ടും അവസാനമായിട്ടും പറയേണ്ട ഒരു വാക്ക്, ഒരു പേര് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് തന്നെയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഒരു മലയാള ഭാഷയെ ഉണ്ടാക്കിയത്. അത് ഇപ്പൊ നമ്മൾക്ക് പിന്നെ വെറുതെ പറയുന്നില്ല, അതിന്റെ ചരിത്രവും രേഖകളും ഒക്കെ ഉണ്ട്. ഇപ്പൊ സി രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരു നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പിന്നെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നുള്ളൊരു പുസ്തകമാണ്. അത് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുത്തച്ഛന്റെ ജീവിത കഥയാണ് അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം പിന്നെ എഴുതിയിട്ടുള്ളത്, തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്നുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ എഴുത്തച്ഛന്റെ ജീവിതത്തെ കുറിച്ച്, അദ്ദേഹം നമ്മുടെ മലയാള ഭാഷയെ രൂപപ്പെടുത്തിയെ കുറിച്ച് ഒക്കെ അദ്ദേഹം വളരെ മനോഹരമായിട്ട് അതിന് അദ്ദേഹം അനുഭവിച്ച സഹനങ്ങളെ കുറിച്ച്, അന്ന് നടത്തിയ സമരങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ വലിയ അധികാരികളിൽ നിന്ന് ഭാവത്തിൽ നിന്ന്, എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു അധ്യാപകൻ തന്നെ എഴുത്തച്ഛൻ. അപ്പൊ അദ്ദേഹം എങ്ങനെയാണ് മലയാളത്തിന് ലിപികൾ ഉണ്ടാക്കി, മലയാളത്തിന് അക്ഷരമാലകൾ, ലിപികളല്ല അക്ഷരമാലകൾ ഉണ്ടാക്കിയത്. പണ്ട് നമ്മുടെ മലയാളം വട്ടെഴുത്തായിരുന്നു. വട്ടെഴുത്ത് വേറെ രീതിയിലാണ്. ഇപ്പൊ ശിലാലിഖിതങ്ങളിലൊക്കെ കാണുന്നത് വട്ടെഴുത്താണ്. ഇന്നത്തെ ലിപിയിലേക്കും ഇന്നത്തെ അക്ഷരമാല 51 അക്ഷരമാല ക്രമത്തിലേക്കും മലയാള ഭാഷയെ രൂപപ്പെടുത്തുകയും അത് തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട്, മറ്റ് കളരികൾ, എഴുത്താശാന്മാരുടെ കളരികളിൽ പോയിട്ട് അതിനെ പ്രചരിപ്പിക്കുകയും മാത്രമല്ല തന്റെ കൃതികളിലൂടെ അത് പിന്നെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളും പോയിട്ട് പ്രചരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടും അദ്ദേഹം തന്റെ കൃതികളിലൂടെ അധ്യാത്മരാമായണത്തിലൂടെ മഹാഭാരതത്തിലെയും ഈ പിന്നെ പ്രചരിപ്പിച്ചു. ഈ ഹരിനാമ കീർത്തനം എന്ന് പറയുന്ന തന്നെ 51 അക്ഷരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശ്ലോകങ്ങളാണ്. അപ്പൊ അത് വരികളാണ്. അപ്പൊ അതില് ആ മുതല് പിന്നെ ഉള്ള ഓരോ സ്വരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോരോ വരികള് പിന്നെ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഭാഷയുടെ ഒരു വലിയ എന്താ പറയാ നിർമ്മാണത്തിന്, ഭാഷയുടെ ഒരു നവോത്ഥാനത്തിന് ഉതകിയ ഒരു വലിയ ഒരു അവതാരമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ വലിയൊരു എഴുത്തുകാരൻ തന്നെയാണ്, വലിയ മഹാകവി തന്നെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിയാണ് നമുക്കറിയാം കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ നമുക്കറിയാം തുള്ളൽ കൃതികളിലൂടെയാണ് അദ്ദേഹം വളരെ പ്രശസ്തനായി മാറിയത്. അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരന്റെ നമുക്ക് പിന്നെ ഒരു ചരിത്രം പറയുന്നത്, അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ ഈ ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുന്ന ആളായിരുന്നു നമ്പ്യാർ എന്ന് പറയുന്നു. അപ്പൊ ചാക്യാർ കൂത്തിന് മിഴാവ് എന്ന് പറയുന്ന ഒരു കുടം പോലെ വലിയൊരു സാധനമാണ്. അതിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചാക്യാർ ഇങ്ങനെ ഓരോരോ കൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്പ്യാർ ഉറങ്ങിപ്പോയി എന്നും, അപ്പോ ഈ ചാക്യാർക്ക് വേണം ആരെയും പരിഹസിക്കും, ഓഡിയൻസിനെ പരിഹസിക്കാം, പുറകിലുള്ള ആൾക്കാരെ പരിഹസിക്കാം, എല്ലാവരെയും പരിഹസിക്കാവുന്ന ഒരു ഹാസ്യ കലാപ്രകടനമാണ് ചാക്യാർ കൂത്ത്. അപ്പൊ ചാക്യാർ ഉറങ്ങിപ്പോയ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു എന്നും, നമ്പ്യാർക്ക് അത് ഭയങ്കര അപമാനമായി മാറി, നമ്പ്യാർ അവിടുന്ന് എഴുന്നേറ്റ് പോയി എന്നും അതാണ് പറയുന്നത്. പിന്നെ പിറ്റേ ദിവസം ഈ ചാക്യാർ കൂത്ത് അതേ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഐതിഹ്യമാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത ഒരു പറമ്പിലെയും നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഒരു ചിലങ്കയുടെയും മദ്ദളത്തിന്റെയും ഒക്കെ ശബ്ദം കേൾക്കുകയാണ്. അപ്പോ അവിടെ നിന്ന് കുറച്ചും കൂടി പിന്നെ എന്താ പറയുക, മനോഹരമായ താളത്തിൽ, മനോഹരമായ ഈണത്തിൽ ഒരു തുള്ളൽ പാട്ട് പാടിക്കൊണ്ട് ഒരാൾ നൃത്തം ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന കാഴ്ച ആളുകൾ കാണുകയും ആളുകളൊക്കെ അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയും ചാക്യാർ കൂത്തിന് ആളില്ലാതാവുകയും തുള്ളൽ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുകയും ചെയ്തു എന്നാണ്. അതാണത്ര ആദ്യത്തെ തുള്ളൽ. അങ്ങനെയാണത്ര തുള്ളൽ എന്നുള്ള പ്രസ്ഥാനം മലയാളത്തിൽ ഉണ്ടായത് എന്നാണ് ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു കൃതി ഉണ്ടാക്കാൻ പറ്റുമോ, പുതിയൊരു കലാരൂപം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അത് ചോദ്യം ഇരിക്കട്ടെ. പക്ഷെ തുള്ളൽ എന്നുള്ള കലാരൂപം ഉണ്ട് എന്നുള്ളതും അത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാണ് എന്നുള്ളതും നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തുള്ളൽ കൃതികൾ, ഇപ്പൊ പിന്നെ തുള്ളലിന്റെ ആദ്യത്തിന് കല്യാണ സുഗന്ധം തുള്ളലാണ് ആദ്യം ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്, ആദ്യമായിട്ട് അവതരിപ്പിച്ചിരുന്നുണ്ട്. അതിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്.
താമരസാക്ഷന്റെ മെത്തയുടെ താഴത്തു തങ്ങിക്കിടക്കുന്നവനെ ചുമക്കുന്ന വമ്പന്റെ കൊമ്പന്റെ കൊമ്പൊന്നൊടിച്ചവന്റെ ചേട്ടനെ പേടിച്ചു നാട്ടിന്ന് പോയവന്റെ ചാട്ടിന്റെ കോട്ടിന്റെ കൂട്ടം തിമർത്തവൻ ഉണ്ണിക്കഴുത്തുറുത്തൊരു പുരുഷൻ എന്നുള്ളിൽ കനിയോട് വന്ന് തുണക്കണമെന്നാണ്. ഏത് ദൈവത്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ദൈവത്തിന് പോലും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി വരും, അല്ലെ? താമരസാക്ഷന്റെ മെത്തയുടെ താഴത്ത് താമരസാക്ഷൻ മഹാവിഷ്ണുവിന്റെ മെത്ത എന്ന് പറയുന്ന അനന്തന്റെ താഴത്ത് താങ്ങിക്കിടക്കുന്ന വമ്പൻ ഒരു ഐരാവതത്തിന്റെ മുകളിലാണ് ഈ നമ്മുടെ അനന്തൻ കിടക്കുന്നതെന്നാണ് ഒരു സങ്കല്പം. ഒരു പിന്നെ വമ്പന്റെ കൊമ്പൊന്നൊടിച്ചവന്റെ അങ്ങനെ ആനയുടെ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് ആ ആനയുടെ കൊമ്പ് പിടിച്ചവൻ, അപ്പൊ ഐരാവതത്തിന്റെ കൊമ്പൊടിച്ചവൻ. അപ്പൊ പണ്ട് ദേവേന്ദ്രന്റെ വാഹനമാണ് ഐരാവതം. അങ്ങനെ ഇന്ദ്രജിത്തിന്റെ ചേട്ടന്റെ അപ്പൊ രാവണന്റെ ഒരു വാഹനമുണ്ട്, പുഷ്പവിമാനം, ആ ചാടിന്റെ കൂട്ടം തിമർത്തവൻ. അങ്ങനെ ആ ചാട്ടിന്റെ കൂട്ടം തിമർത്തവന്റെ വീണ്ടും രാവണന്റെ വൈശ്രവണന്റെ വാഹനമാണ് ഈ പുഷ്പവിമാനം. അവന്റെ കൂട്ടം തിമർത്തവന്റെ രാവണന്റെ മകൻ അക്ഷകുമാരന്റെ കടുത്തറുത്ത അല്ലയോ ഹനുമാനെ, ഞാൻ ഹനുമാനെ സ്തുതിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ ഇവിടെ നമ്പ്യാർ പറയുന്നത്. താമരസാക്ഷന്റെ മെത്തയുടെ താഴത്ത് തങ്ങിക്കിടക്കുന്നവനെ ചുമക്കുന്ന കൊമ്പന്റെ കൊമ്പൊന്നടിച്ചവന്റെ ചേട്ടനെ പേടിച്ച് നാട്ടിൽ നിന്ന് പോയി അവന്റെ ചാട്ടിന്റെ കൂട്ടം നിമിർത്തവൻ ഉണ്ണിക്കഴുത്തുറത്തൊരു പുരുഷനുള്ളിൽ കനിവോട് വന്നു തുണക്കണം എന്നാണ് കല്യാണ സൗഗന്ധികത്തിന്റെ പ്രാർത്ഥന തന്നെ തുടങ്ങുന്നത്. ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും വാക്കുകളുടെ അനർഗളമായ പ്രവാഹമുള്ള കാവ്യങ്ങളാണ് നമുക്ക് നമ്പ്യാർ അന്നത്തെ കാലത്ത് സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ് ഈ കൃതികൾ എഴുതിയത്. അതായത് നമ്മുടെ മഹാഭാരതത്തിലെ അല്ലെ രാമായണത്തിലേക്ക് കഥകൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്പ്യാർ അതിനെ അന്നത്തെ 18-ാം നൂറ്റാണ്ടിലെ വർത്തമാന കാലവുമായിട്ട് ബന്ധപ്പെടുത്തി. അവിടെ ഭീമസേനാവട്ടെ അല്ലെ അർജുനനാകട്ടെ മറ്റു കഥാപാത്രങ്ങൾ അന്നത്തെ നാട്ടുരാജാക്കന്മാരാണ്. അവരെ പരിഹസിക്കാനും അവരുടെ കൊള്ളരുതായ്മകളെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാനും ഒക്കെയാണ് നമ്പ്യാർ ഇതിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പൊ കല്യാണ സൗഗന്ധികമായാലും ശരി, മറ്റു കല്യാണ സൗഗന്ധികത്തിൽ തന്നെ മനോഹരമായ ഉദ്ധതനായിട്ട് അഹങ്കാരിയായിട്ട് ഞാൻ തന്നെ ഏറ്റവും ശക്തനാണെന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ടിടുന്ന ഭീമസേനനെ ഹനുമാൻ തന്റെ വാല് നീട്ടിയിട്ട് അല്ലെ വഴി മുടക്കിയിട്ട് ഹനുമാനൊന്നും ഭീമസേനൊന്നും അല്ല എന്ന് ഭീമസേന ബോധ്യപ്പെടുത്തുന്ന ഒരു ഇതാണ്. ഒരു കുരങ്ങൻ വഴിമുടക്കി കിടക്കുകയാണ്, ഒരു കുരങ്ങന്റെ വാല് വഴിമുടക്കി കിടക്കുക. അപ്പോൾ അഹങ്കാരിയായിട്ട് കല്യാണ സുഗന്ധ പുഷ്പം തേടിയിട്ട് പാഞ്ചാലിയുടെ ആഗ്രഹപ്രകാരം കല്യാണ സുഗന്ധ പുഷ്പം തേടിയിട്ട് ഇങ്ങനെ ഗതയും ചുഴറ്റിക്കൊണ്ട് ഭീമസേന നടന്നു പോകുന്ന വഴിയിലൊരു കുരങ്ങൻ ഇങ്ങനെ വഴിമുടക്കി നിൽക്കുകയാണ്. അപ്പോ ഭീമസേനൻ പറഞ്ഞു ഒന്ന് വഴിമാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ കുരങ്ങൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ വയ്യാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഭീമസേനൻ പറഞ്ഞു എന്നെ കുറിച്ച് അറിയില്ല, ഞാൻ പാണ്ഡവരിൽ ശ്രേഷ്ഠനായിട്ടുള്ള അതിശക്തനായിട്ടുള്ള അനേകം ആനകളുടെ കരബലമുള്ള ഭീമസേനാണെന്നൊക്കെ ഈ കുരങ്ങനോട് പറഞ്ഞിട്ട്. അപ്പൊ കുരങ്ങൻ പറഞ്ഞു എനിക്ക് ഇത് അനങ്ങാൻ പോലും പറ്റുന്നില്ല, ശരീരമാകെ ശോഷിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഭീമസേനൻ തന്റെ അഹങ്കാരം മുഴുവൻ പറഞ്ഞിട്ട് അവസാനം കുരങ്ങൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യോ, നിങ്ങളുടെ ആ ഗത കൊണ്ട് എന്റെ വാലൊന്ന് മാറ്റി, വഴിയിൽ വാലാണ് ഇപ്പൊ കിടക്കുന്ന, ആ വാലൊന്ന് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ കടന്നു പോയിക്കൊള്ളൂ, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമസേനൻ തന്റെ ഗത കൊണ്ട് ആ വാലൊന്ന് ഇളക്കാൻ വേണ്ടി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് നമ്പ്യാർ പറഞ്ഞു വാല് പോയിട്ട് വാലിന്റെ അറ്റത്തുള്ള ഒരു രോമം പോലും ഭീമസേനന് ഗത കൊണ്ട് ഇളക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ ഭീമസേനൻ പരാജിതനായിട്ട് ഹനുമാനോട് പറഞ്ഞു. ഹനുമാനാണെന്ന് മനസ്സിലായല്ലോ, കുരങ്ങനോട് പറയുകയാണ് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, എനിക്ക് മനസ്സിലാവുന്നില്ലോ, ഇത്രയും ശക്തനായ എനിക്ക് നിങ്ങളുടെ ഈ ഗത കൊണ്ട് നിങ്ങളുടെ വാല് മാറ്റാൻ പറ്റുന്നില്ലോ, അപ്പൊ നിങ്ങൾ സാധാരണ കുരങ്ങനല്ല, എൻ്റെ ജ്യേഷ്ഠൻ വായുപുത്രനായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ ഹനുമാൻ തന്നെ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശരിയായ രൂപം കാണിക്കണം ജ്യേഷ്ഠ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹനുമാൻ തന്റെ ശരിയായ വിശ്വരൂപം കാണിക്കുന്നത്. ഉർദ്ധതര ധവള ഹിമാചല സന്നിപ തുംഗ ശരീരൻ, നെടുതായ ഒരു കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാറും പരികത്തൊട്ട് പടപരുതികടിന് ചെമ്പ് കിടാരം പോലും കരദണ്ഡയുഗം എന്നൊക്കെ പറയുന്നത്.
അതായത് ആ വരികൾ തന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ഭീകരമായിട്ടുള്ള രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ഒരു ഇമേജ്, ഒരു ചിത്രം വരും. ഉദ്ധൃതധര ധവള ഹിമാചല സന്നിഭ തുംഗ ശരീര, ഹിമാലയം പോലെ അത്രയും വലിയ ശരീരത്തോടു കൂടിയവൻ ആയിട്ട് മാറുകയാണ്. വിശ്വരൂപം തന്റെ രൂപം കാണിക്കുകയാണ്, ശരിയായ രൂപം കാണിക്കും. ഉദ്ധൃതധര ധവള ഹിമാചല സന്നിഭ തുംഗ ശരീരൻ, നെടുതായൊരു കൊടിമരം എന്ന കണക്ക് തടിച്ചൊരു വാല്. നെടുതായൊരു കൊടിമരം പോലെ, അത്രയും വലിയ കൊടിമരം പോലെ തടിച്ച ഒരു വാലും, തടിച്ചൊരു വാലും. അതേപോലെ പരിഹത്തോട് ഒരു വാല്, സ്വന്തം വാല് കൊടിമരം പോലെ ആണ് എങ്കിൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ രൂപം, കുരങ്ങൻ അത്രമാത്രം ആ രൂപം, ശരീരം അത്രമാത്രം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പരിഹത്തോട് പടപുരുതിയിടിന ഇരുമ്പുരക്ക പോലുള്ള കരദണ്ഡയുഗ രണ്ട് കൈകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വരൂപം, ഹനുമാന്റെ വിശ്വരൂപം അതിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് മനോഹരമായ വാക്കുകളിലൂടെ, വരികളിലൂടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്പ്യാർക്ക് സാധിച്ചിട്ടുണ്ട്. 64 തുള്ളൽ കൃതികളുണ്ട് എന്നാണ് പറയുന്നത്. നമ്പ്യാർ ഇങ്ങനെ തുള്ളലുമായിട്ട് പിന്നെ പല സ്ഥലങ്ങളിലും അലഞ്ഞ് തിരിയുകയും തന്റെ മനോഹരമായ കൃതികൾ ജനങ്ങളുടെ ഇടയിലേക്ക് സ്വയം വേഷം കെട്ടിയിട്ട്, തുള്ളൽക്കാരനായിട്ട് വേഷം കെട്ടിയിട്ട് പല സ്ഥലങ്ങളും അവതരിപ്പിക്കുകയും അത് ഏറ്റവും വലിയ ജനകീയ കലയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ പഴയ കാലത്ത് ഏറ്റവും ജനകീയ കവിയായിട്ട് കുഞ്ചൻ നമ്പ്യാർ മാറുകയും ചെയ്തു. ഒരുപാട് ഉണ്ട് നമുക്ക് അറിയാം. പിന്നെ പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും കുഞ്ചൻ നമ്പ്യാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അമ്പലപ്പുഴ കുറെ കാലം ജീവിച്ചു. അവിടുത്തെ രാജാവിന്റെ ആശ്രിതനായിട്ട് കുറെ കാലം ജീവിച്ചു. പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായിട്ട് കുറെ കാലം ജീവിച്ചു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് പിന്നെ വേഷം കെട്ടുക, വേഷങ്ങളിൽ നടക്കുന്നില്ല വേലക്കനി കാലം വാർദ്ധക്യമാകൊണ്ട് അടിയനെ ചാടിക്കല്ലേ പൂവതേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ച് അമ്പലപ്പുഴയ്ക്ക് തന്നെ വരികയും ചെയ്തു എന്നാണ് നമ്പ്യാരെ കുറിച്ച് പിന്നെ നമ്മുടെ ചരിത്രം പറയുന്നത്. നമ്പ്യാരുടെ ജീവിതത്തെ കുറിച്ച് തന്നെ ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള ഒരു പിന്നെ കൽപ്പനകൾ നമ്പ്യാരുടേതായിട്ട് ഉള്ളതായിട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. കാത്തും എന്താ ഈ പിന്നെ നമ്മുടെ നല്ല ഒരു നമ്പ്യാരും അതുപോലെ തന്നെ ഉണ്ണായി വാര്യരും സമകാലികരായാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഒരു രണ്ടുപേരും പിന്നെ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തല്ലോ എതിരെ ഒരു സുന്ദരിയായ ഒരു തരുണിയും അതിസുന്ദരിയായിട്ടുള്ള ഒരു തോഴിയും കടന്നു വരുന്ന സമയത്ത് പിന്നെ ഒരു പിന്നെ ഇവരിങ്ങനെ കമന്റ് പറയുകയാണ്. അവരെ കണ്ടിട്ട് ഇങ്ങനെ നമ്പ്യാരും ഉണ്ണായിവാരും പറഞ്ഞു എന്നാണ് പറയുന്നത്. ഉണ്ണായിവാര് പറയുകയാണ് കാതിലോല എന്ന് ചോദിച്ചു ഉണ്ണായിവാര്. അപ്പോ നമ്പ്യാര് പറഞ്ഞു നല്ല താളി എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകൾ വിചാരിച്ചു കാതിലോല, അവരുടെ കാതിലോലയെ കുറിച്ചും അവരുടെ കയ്യിൽ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തുള്ള താളിയെ കുറിച്ചൊക്കെയാണ് പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ഇവര് പറഞ്ഞ അതിലോല എന്നാണ്. രണ്ടു പേരിൽ ഏറ്റവും സുന്ദരി ആരാണ് എന്നാണ് ഉണ്ണായിവാര് ചോദിച്ചത്. അപ്പൊ നമ്പ്യാര് പറയുന്നു നല്ല താളി, നല്ലത് ആളിയാണ്, തോഴിയാണ് എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദീപസ്തംഭ മഹാശിര നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. എല്ലാവരും പിന്നെ ഒരു വലിയ ദീപസ്തംഭം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്ത് കൊട്ടാരത്തിൽ ഉണ്ടാക്കിയ സമയത്ത് രാജാവ് പറഞ്ഞു ഈ ദീപസ്തംഭത്തെ കുറിച്ച് എല്ലാവരും കവിത എഴുതണം, മനോഹരമായ കവിത എഴുതണം എന്ന് ദീപസ്തംഭത്തെ കുറിച്ച്, വിളക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എല്ലാവരും വലിയ ദീർഘമായിട്ട് കവിതകളൊക്കെ എഴുതി. കാരണം കവിതകൾ എഴുതുന്നത് എന്തിനാണ്? സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട്, പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് മനോഹരമായിട്ട് ഭയങ്കര മെനക്കെട്ടിട്ട് എല്ലാവരും കവിതകൾ എഴുതിയിട്ട് രാജാവിന് സമർപ്പിച്ചു. നമ്പ്യാരാകട്ടെ 2 വരി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന്. അപ്പൊ ദീപസ്തംഭം മഹാശ്ചര്യം തന്നെ നമുക്കും കിട്ടണം പണം എന്ന് എല്ലാവരും ഉദ്ദേശിച്ച കാര്യം 2 വരിയിൽ നമ്പ്യാര് അത് അവതരിപ്പിക്കുകയും നമ്പ്യാർക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം അത് പിന്നെ സമ്മാനമായി കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലൂടെ ഒരു പിന്നെ സദ്യവട്ടത്തെ കുറിച്ച് തന്നെ നമ്പ്യാര് പറഞ്ഞൊരു ശ്ലോകത്തിന് 2 അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെട്ടു. അപ്പോ ഇവിടെ പത്രം വിസ്തൃതമത്ര തുമ്പ മലർതോറ്റോടിടുന്നോരന്നം മുത്തന്നൈ കനിയെ പടുത്ത പഴവും കാളിപ്പഴം കാളനും പുത്തന്നൈ ഈ അങ്ങനെ പറഞ്ഞിട്ട് അതിന് 2 അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. നിത്യം ചെമ്പക നാട്ടിൽ അഷ്ടി തകർമൂർ തട്ടാതെ കിട്ടും സുഖം എന്നാണ് കവിത. പത്രം വിസ്തൃതം അത്ര തുമ്പ മലർതോറ്റോടിയിടുന്നോരന്നം
പുത്തും നെയ് കനിയെ പഴുത്ത പഴവും കാളിപ്പഴം കാളനും നിത്യം ചെമ്പക നാട്ടിൽ അഷ്ടി തൈർമോർ തട്ടാതെ കിട്ടും സുഖം എന്ന്. അപ്പോൾ ചെമ്പകശ്ശേരിയിൽ നിന്ന് ചെമ്പകശ്ശേരി രാജാവിന്റെ ഊട്ടുപുരയിൽ നിന്ന് സദ്യ കഴിച്ച നമ്പ്യാരിനോട് ചെമ്പകശ്ശേരി രാജാവ് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ സദ്യവട്ടം, എങ്ങനെയാണ്, ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്പ്യാര് ഈ ശ്ലോകം ചൊല്ലിക്കൊടുത്തു. പത്രം വിസ്തൃതമത്ര, വലിയ ഇലയാണ്. തുമ്പ മലർ തോറ്റോടിയിടുന്ന ഒരന്നം, തുമ്പപ്പൂ പോലുള്ള ചോറ്, പുത്തൻ നെയ്യുണ്ട്, കനിയെ പടുത്ത പഴവും, നല്ല പടുത്ത പഴവും, കാളിപ്പഴവും കാളനും, നിത്യം ചെമ്പക നാട്ടിൽ, എപ്പോഴും ചെമ്പക നാട്ടിൽ, അഷ്ടി ഭക്ഷണം, തൈർ മോർ തട്ടാതെ, എല്ലാം തൈരും മോരും ഒക്കെ കൂട്ടിയിട്ടുള്ള ചോറാണ്, നല്ല പൃഷ്ടാന്ന ഭോജനമാണ്, കിട്ടും സുഖം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതേപോലെ നമ്പ്യാർ പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ അടുത്ത് പോയ സമയത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജ് ചോദിച്ചു അത്രേ, ഇവിടുത്തെ സദ്യ എങ്ങനെയുണ്ട്, ചെമ്പക നാട്ടിലെ സദ്യ എങ്ങനെയുണ്ടെന്ന്, ചെമ്പകശ്ശേരിയിലെ സദ്യയൊക്കെ എങ്ങനെയാണ്, നല്ല സദ്യയാണ്, ഭക്ഷണമൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോഴും നമ്പ്യാർ ഇതേ ശ്ലോകം തന്നെ അവിടെ അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അർത്ഥം പറഞ്ഞത് നേരെ, പത്രം വിസ്തൃതമത്ര തുമ്പം, തുമ്പയുടെ ഇലയുടെ അത്രക്കുള്ള ഇല, പത്രം വിസ്തൃതമത്ര തുമ്പം, മലർ തോറ്റോടിയിടുന്ന ഒരന്നം, മലർ തോറ്റോടിയിടുന്ന അത്രയും മോശമായിട്ടുള്ള ചീഞ്ഞ ചോറ്, പുത്തൻ നെയ് കനിയെ പഴുത്ത പഴം, ഇങ്ങനെ ചീഞ്ഞ് പോയ പഴവും, പിന്നെ നിത്യം തൈർ മോർ തട്ടാതെ, തൈരും മോരും ഒന്നും ഉണ്ടാവില്ല, ഒന്നും തട്ടാതെ കിട്ടും, എന്ത് സുഖമാണ്, മോശമാണ്. ഒരേ ശ്ലോകത്തിന് ഒരു രാജാവിന്റെ അടുത്ത് നല്ല സദ്യയാണെന്നും മറ്റൊരു രാജാവിന്റെ അടുത്ത് പോയിട്ട് മോശം സദ്യയാണെന്ന് നമ്പ്യാർ അവതരിപ്പിച്ചു. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ ഒരുപാട് സന്ത്രാസങ്ങളിലൂടെ നടന്നുപോയി അവസാനം നമ്പ്യാരും കലക്കത്ത് കുഞ്ഞൻ നമ്പ്യാര് പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പാടിയ നമ്പ്യാർക്ക് അത് അറം പറ്റിയതുപോലെ ആയിത്തീരുകയും നമ്പ്യാർ ഒരു പാണ്ഡന്നായി കടിച്ചിട്ട്, ഒരു ഭ്രാന്തൻ നായി കടിച്ചിട്ട്, പേപ്പട്ട് കടിച്ചിട്ട് മരണപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ ഒരുപാട് കവികളിലൂടെ, ഒരുപാട് വലിയ വലിയ എഴുത്തുകാരിലൂടെ, ഉണ്ണായി വാര്യർ, നേരത്തെ പറഞ്ഞ ഉണ്ണായി വാര്യർ, അതുപോലെ തന്നെ പിന്നീട് പുതിയൊരു കാലത്ത് വരുന്ന സമയത്ത് ആശാനിലൂടെ, ഉള്ളൂരിലൂടെ, കുമാരനാശാനിലൂടെ, ഉള്ളൂരിലൂടെ, വള്ളത്തോളിലൂടെ, അല്ലെങ്കിൽ ചങ്ങമ്പുഴയിലൂടെ, ഇടശ്ശേരിയിലൂടെ, വൈലോപ്പിള്ളിയിലൂടെ ഒക്കെ വളർന്നു വന്ന് മഹാകവി കുഞ്ഞിരാമൻ നായർ, നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള മഹാകവി കുഞ്ഞിരാമൻ നായരിലൂടെ, പിന്നീട് നോവലിലൂടെ, ഇന്ദുലേഖ എന്നുള്ള നോവലിലൂടെ, മലയാളത്തിൽ ആദ്യത്തെ നോവലാണ് നമുക്ക് ഇന്ദുലേഖ എന്നുള്ളത്, ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്നുള്ള നോവൽ. അന്ന് നോവൽ എന്നുള്ള ഒരു സാഹിത്യ രൂപം തന്നെ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോ അദ്ദേഹം വലിയ ജഡ്ജായിരുന്നു, ചന്തുമേനോൻ, ഓ ചന്തുമേനോൻ. അപ്പൊ ഇംഗ്ലീഷിൽ അദ്ദേഹം വായിച്ച ബീക്കൺസ്ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ എന്നൊരു നോവല് അദ്ദേഹം വായിച്ചു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഭാര്യയോട് രാത്രി ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്ത് ഭാര്യയോട് അതിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ഹെൻറിറ്റ ടെമ്പിൾ എന്നുള്ള ഒരു നോവലിന്റെ കഥ ഭാര്യയ്ക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല, കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു കൊടുത്ത സമയത്ത് ഭാര്യ പറഞ്ഞു കൊടുത്തേ, നിങ്ങൾക്ക് ഇത് എഴുതിക്കൂടിയോ, ഇതുപോലൊന്നും എഴുതിക്കൂടി, നമ്മളെ നാട്ടിന്റെ സാഹചര്യത്തിൽ വെച്ചിട്ട് എഴുതിക്കൂടി എന്നൊക്കെ. അങ്ങനെയാണ് ചന്തുമേനോൻ നമ്മുടെ കേരളത്തിന്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഇന്ദുലേഖ എന്നുള്ള ഒരു സുന്ദരിയും അവൾ മാധവൻ എന്നിവരുള്ള കാമുകനെയും നായകന്മാരാക്കിക്കൊണ്ട് ഒരു നോവൽ എഴുതുന്നതും. അപ്പൊ അതിലാണ്, കാരണം നമ്മൾ വലിയ സാമൂഹിക പ്രസക്തിയുള്ള ഒരു നോവലാണ്. അന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും, പണമുള്ള ആർക്ക് വേണമെങ്കിലും, സ്ത്രീകൾക്ക് ആരെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം എടുക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരാൾ വരും, വന്ന് കണ്ട് കല്യാണം കഴിച്ചു പോയി, വേളി കഴിച്ചിട്ട് പോവും, വേളി കഴിക്കും എന്നൊക്കെയുള്ളൊരു സാമൂഹിക അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ ഇന്ദുലേഖയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സൂര്യ നമ്പൂതിരിപ്പാട് എന്നുള്ള ഒരു വയസ്സനായിട്ടുള്ള ഒരാളാണ് വരുന്നത്. അപ്പോൾ അയാൾ വലിയ പൈസക്കാരനാണ്. അപ്പൊ വീട്ടുകാർക്ക് സമ്മതമാണ്, ഇന്ദുലേഖ കാണാൻ വേണ്ടി വരുന്നത്, ഇന്ദുലേഖയുടെ മുറിയിൽ പോയി സംസാരിക്കുന്നത്. അപ്പോഴാണ് ഇന്ദുലേഖ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കുടുംബത്തിലൊന്നും ആരും പറയാത്ത തരത്തിൽ പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നു, നിങ്ങൾ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് ഒരു വലിയ പൈസക്കാരന്റെ, പണക്കാരന്റെ, അല്ലെങ്കിൽ ഒരു വലിയ യജമാന്റെ, ജമ്മിയുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അയാൾ വന്നാൽ അയാൾക്ക് വഴങ്ങിയിട്ട് അയാൾക്ക് ജീവിതം അയാൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുക മാത്രമേ വഴി ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് ആദ്യമായിട്ട് പറയുന്നത് ഒരു നോവലിലാണ്, ഒരു കഥാപാത്രമാണ് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നു. അങ്ങനെ
അയാൾ അവസാനം മടങ്ങിപ്പോയി. കാരണം അവളെ സമ്മതമില്ലാതെ മടങ്ങിപ്പോയി. ഇന്ദുലേഖ അല്ലെങ്കിൽ ഇന്ദുലേഖയുടെ വേലക്കാരിയെ കല്യാണം കഴിച്ചിട്ടാണ് അയാൾ അവിടുത്തെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു തോടിയെ കല്യാണം കഴിച്ചിട്ടാണ് ഈ സൂര്യദമ്പതിർക്കുകൾ മടങ്ങുന്നത്. അവസാനം എനിക്ക് മാധവനെ ഇഷ്ടമാണ് എന്ന് പറയുകയും അവസാനം മാധവനെ കല്യാണം കഴിക്കാൻ വേണ്ടി മാധവൻ നാട് വിട്ടു പോയിരിക്കുകയാണ്. മാധവനെ തിരഞ്ഞു പിടിച്ചിട്ട് അവസാനം മാധവനെ കല്യാണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു പ്രമേയമാണ് ഇതിലുള്ളത്. അതുപോലെ പിന്നീട് വളർന്നു വരുന്ന സമയം നമ്മുടെ നോവൽ സാഹിത്യം വളർന്നു വരുന്ന സമയത്തല്ലേ മലയാളത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നോവലായിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം, ഒ.വി. ഖസാക്കിന്റെ ഇതിഹാസം, രണ്ടാം ഊഴം, ഇനി ഞാൻ ഉറങ്ങട്ടെ, പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, അങ്ങനെ ഒരുപാട് നോവലുകളിലൂടെ, കഥകളിലൂടെ മലയാള സാഹിത്യം വലിയൊരു വികാസ പരിണാമങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കവിതയിലും അതുപോലെ തന്നെ കടമ്മനിട്ട, സച്ചിദാനന്ദ, ബാലേന്ദ്ര ചുള്ളിക്കാട് തുടങ്ങിയ ആധുനിക പുതിയ തലമുറയിലൂടെയും അതിനപ്പുറമുള്ള പുതിയ തലമുറയിലൂടെയൊക്കെ നമ്മുടെ മലയാള സാഹിത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മലയാളികള് നമ്മുടെ കൃതികൾ, നമ്മുടെ മലയാള സാഹിത്യം കഥയായാലും കവിതയായാലും ഒക്കെ വായിക്കണം. നമ്മുടെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. വായനയെ ഒരു ലഹരിയാക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വായന ലഹരി പിടിക്കും. വായന ഞാനത് മുഴുകട്ടെ മമ ജീവൻ എന്നൊരു മുരളിയും മൃദുരവും മുഴുകട്ടെ എന്ന് മലയാളത്തിന്റെ മാധുര്യം മനസ്സിലാക്കിയിട്ട് മറ്റെല്ലാ ലഹരികളും മറന്നിട്ട് വായന എന്നുള്ള ലഹരിയിലൂടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ, പുതിയ തലമുറയുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് പര്യാപ്തമാണ്, അത്രയും സുന്ദരമാണ് നമ്മുടെ മലയാളം. അത് ഇത്രയും മനോഹരമായിട്ടുള്ള കൃതികൾ, സാഹിത്യ കൃതികൾ നമ്മുടെ മലയാളത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. കാരണം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ, കാരണം നിങ്ങൾ യോഗയൊക്കെ ചെയ്തിട്ട് അതിന്റെ എന്താ പറയുക ശവാസനയൊക്കെ ചെയ്തിട്ട് ക്ഷീണിച്ച് കിടന്ന ഒരു ഉറക്കത്തിന്റെ മട്ട് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ നമുക്കൊരു കുറച്ചും കൂടെ ഒരു സംവാദ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ചോദിക്കാം, എന്തെങ്കിലും ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരിയോ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിളിക്കാം. ഇപ്പോ ആരെങ്കിലും ചോദ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഈ മലയാള സാഹിത്യം സമകാലീനമായിട്ട് അതിന്റെ ഒരു നിലവാരം കുറഞ്ഞു വരികയാണല്ലോ. അതിനകത്ത് മൂല്യങ്ങളൊന്നുമില്ല, ഒരുമാതിരി നിരാശാജനകമായ സമീപനവും ഒക്കെയാണ്. അതേപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെയല്ല. മലയാള സാഹിത്യത്തില് നിലവാരം കുറഞ്ഞു വരുന്നു എന്നില്ല. പക്ഷെ ശ്രേഷ്ഠമായ വലിയ പ്രൗഢമായ ഒരു കൃതികൾ, അതായത് ഇപ്പോ മഹാകാവ്യങ്ങളുടെയൊക്കെ ഒരു കാലം കഴിഞ്ഞു. മഹാകാവ്യങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞ് നമ്മുടെ ഒരു ജീവിതത്തിന്റെ പുതിയ ഒരു രീതിയിൽ ഇപ്പൊ നോവലുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന. കവിതകൾ ഉണ്ടാകുന്നുണ്ട്, ചെറിയ കവിതകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നോവലുകൾ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആടുജീവിതം ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട 2 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടൊരു പുസ്തകമാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നിലവാരം കുറഞ്ഞു എന്നോ അല്ലെങ്കിൽ ഇപ്പോ അതുപോലെ തന്നെ ആരാച്ചാരെ പോലുള്ള നോവൽ, KR മീരൻ ആരാച്ചാരനെ പോലുള്ള നോവലുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ അതിന്റെ രൂപം മാറും. മഹാകാവ്യങ്ങൾ ഇല്ലാതായി തീരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാകാവ്യങ്ങൾ ഇപ്പൊ ഉണ്ടായ തന്നെ നമുക്ക് തന്നെ ഒരുപാട് മഹാകാവ്യങ്ങൾ ഉണ്ടല്ലോ. അത് സാഹിത്യത്തിന്റെ മൂല്യം ഒരു കാലത്ത് നഷ്ടപ്പെടും. നമുക്കിപ്പം ഉണ്ടായിട്ടുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, രാമായണം പോലും നമ്മൾ മാസം തോറും നമുക്ക് കർക്കിടക മാസം നമുക്ക് വായിക്കാം. അപ്പോൾ നിലവാരം കുറഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ മഹാകാവ്യങ്ങൾക്ക് പകരം ഇവിടെ നോവല് പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു, ചന്തുമേനോന്റെ ഇന്ദുലേഖ മുതൽ ഇങ്ങോട്ട് മനോഹരമായ നോവലുണ്ട്. ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ എടുത്ത് വായിച്ചാൽ നമുക്ക് ലോക ക്ലാസിക് കൃതിയാണ് ഖസാക്കിന്റെ ഇതിഹാസം. തകഴിയുടെ ചെമ്മീൻ, തകഴിയുടെ കയർ, ബഷീറിന്റെ കൃതികൾ, ബാല്യകാല സഖി പോലുള്ള കൃതികൾ, ഒരിക്കലും നിലവാരം കുറഞ്ഞു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് ഒരൊറ്റ കൃതി മാത്രം മതി ഒ.വി.ന്റെ. അപ്പൊ നമ്മളത് വായിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നിലവാരം കുറയുന്നില്ല, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന്റെ മഹാകാവ്യങ്ങൾക്ക് പകരം നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വളരെ പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാർ മലയാളത്തിൽ ഇന്നത്തെ കാലത്തും ഉണ്ട്. എഴുത്തിന്റെ നിലവാരം ഒരിക്കലും കുറയുന്നില്ല, അതിന്റെ രൂപാന്തരമാണ് സംഭവിക്കുന്നത് എന്ന് പറയും. പക്ഷെ നമുക്കറിയാം, എഴുത്തച്ഛനെ പോലെയോ അല്ലെങ്കിൽ ചെറുശ്ശേരിയെ പോലെയോ വലിയ
എഴുത്തുകൾ ഉണ്ടാവുന്നില്ല നമുക്കറിയാം. എങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ നാട്ടുകാർ, ഞാൻ നേരത്തെ പറയും, കുഞ്ഞിരാമനാരുടെയൊക്കെ കവിതകൾ വായിച്ചാൽ നമുക്കറിയാം വിശ്വോത്തരമായിട്ടുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. കളിയച്ചൻ പോലുള്ള കവിതകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നരബലി പോലുള്ള കവിതകൾ. അതിൽ മലയാളി ആയതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയി. ലോക പ്രശസ്തമായിട്ടുള്ള നമ്മുടെ എല്ലാ വലിയ കവികളുടെ, ഇപ്പോൾ ലോകപ്രശസ്തരായിട്ടുള്ള അറിയപ്പെടുന്ന ഇംഗ്ലീഷ് കവികളുടെ ഒക്കെ കൂട്ടത്തിൽ വേണമെങ്കിൽ വിവർത്തനം ചെയ്ത് ചേർക്കാവുന്ന തരത്തിലുള്ള കവിതകളാണ് പാഷാന്റെ കവിതകൾ. ചിന്താവിഷ്ട പോലുള്ള, അല്ലെങ്കിൽ ദുരവസ്ഥ പോലുള്ള, കരുണ പോലുള്ള. കരുണയൊക്കെ ലോക ക്ലാസിക് ആണ്. അപ്പൊ നിലവാരം കുറഞ്ഞൊന്നുമില്ല, അതിന്റെ രൂപാന്തരം സംഭവിക്കുന്നു. ഇപ്പൊ വലിയ കൃതികൾ ഉണ്ടാകുന്നതിന് ഇപ്പോൾ എല്ലാ മഹാകവികളും ശ്രേഷ്ഠമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ചിത്രയോഗം പോലുള്ള, അല്ലെങ്കിൽ ഉള്ളൂരിന്റെ ഉമാകേരളം പോലുള്ള, അതൊക്കെ വെറും പേരിന് വേണ്ടിയിട്ടുണ്ടാക്കിയ മഹാകാവ്യങ്ങളാണ്. അതൊക്കെ പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ നിലവാരം കുറയുന്നില്ല, അതിന്റെ രൂപാന്തരം മാറുന്നു എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. വളരെ നന്ദി, സന്തോഷം ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു. പക്ഷേ താങ്ക് യു, സന്തോഷം. താങ്ക് യു. ഹരി ഓം. പഴയ കാലത്തെ എഴുത്തുകൾക്ക് നിന്നും വളരെ മൂല്യച്ചോർച്ച സംഭവിക്കുന്നില്ലേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിന്നൊരു വിചാരം മനസ്സിലുണ്ട്. അത് സാറിന്റെ അഭിപ്രായം? അല്ല, മൂല്യശോഷണം എന്ന് പറയുന്നത് എഴുത്തിൽ അങ്ങനെ മൂല്യശോഷണം ഉണ്ടോ സാർ? അതെനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പുതിയ ജീവിതം, മാറിയ ജീവിതത്തിനനുസരിച്ച് സാഹചര്യം, പുതിയ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളേ ഉള്ളൂ. കാരണം മൂല്യശോഷണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു മഹാഭാരതം മഹാകാവ്യങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് പ്രൗഢമായ കൃതികളുടെ രീതിയിലേക്കുള്ളൊരു ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള കൃതികളെല്ലാം ഉണ്ടാവുന്നത്. ഇന്നത്തെ കാലത്ത് കൂടുതൽ സാധാരണ ജനങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നോവലുകൾ. ഇപ്പോൾ ഒരു കാലത്ത് നമ്മൾ പണ്ഡിതന്മാർക്ക് മാത്രം ആസ്വദിക്കാനുള്ളതായിരുന്നു നമ്മുടെ വലിയ കൃതികളൊക്കെ. സംസ്കൃത പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ മലയാളത്തിൽ വലിയ പാണ്ഡിത്യമുള്ളവർക്ക് മാത്രം ഇത് വായിച്ചാൽ മനസ്സിലാവുള്ളൂ, സാധാരണക്കാർക്ക് മനസ്സിലാകും. ഇന്ന് സാമാന്യ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് പോലും വായിച്ച് ആസ്വദിക്കാനുള്ള തരത്തിൽ നമ്മുടെ സാഹിത്യം മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഇത് സാമൂഹികമായിട്ടുള്ള നമ്മുടെ മൂല്യച്ചോർച്ച സാഹിത്യകൃതികളിൽ ഉണ്ടാവുന്നില്ല. അത് ജീവിതത്തിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പകർപ്പാണ്. പണ്ട് കാലത്തും മൂല്യശോഷണം എന്ന് പറഞ്ഞപ്പോ രാമായണത്തിൽ പോലും മൂല്യശോഷണം ഉണ്ടല്ലോ. മറ്റുള്ളവന്റെ ഒരു ഭാര്യനെ കട്ടുകൊണ്ടാണ് രാവണൻ എന്ന് പറയുന്നത്. അപ്പൊ രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് രാമൻ ലങ്കയിലേക്ക് പോകുന്നത്. അപ്പൊ സാമൂഹികമായിട്ട് അന്നത്തെ സാമൂഹിക സാഹചര്യത്തെ അതിന്റെ രീതിയിൽ തന്നെ പകർത്തി വെക്കുന്നു. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സാമൂഹിക ജീവിതത്തിന്റെ അവസ്ഥകൾ, അതിന് സത്യസന്ധമായ പകർപ്പുകൾ നമ്മുടെ സാഹിത്യ രൂപങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തിനനുസരിച്ചിട്ട് അതിന്റെ രൂപാന്തരം, അതിന്റെ ഘടനയിലാണ് മാറ്റം വരുന്നത്. മൂല്യങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എല്ലാ കൃതിയും മനുഷ്യ നന്മയാണ്. വായന എന്ന് പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ സൃഷ്ടികളും എന്ന് പറയുന്നത്. ഒരു കാലത്ത് നമ്മൾ സാറ് പറഞ്ഞ പോലെ ഒരു കാലത്ത് ഒരു കപട ആധുനികത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് മാറി. ഇപ്പൊ ആധുനികത എന്ന് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ, തലയും വാലും ഇല്ലാത്ത, എഴുതുന്ന ആൾക്കോ പ്രസിദ്ധീകരിക്കുന്ന ആൾക്കോ വായിക്കുന്ന ആൾക്കോ മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു മോഡേൺ ആധുനികത എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു മലയാളത്തിൽ. പക്ഷെ അതിനെയൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ആർക്കും മനസ്സിലാകാത്ത, ഇപ്പോ അയ്യപ്പ മണിക്കരുടെ ഒക്കെ ഒരു കവിത ഉണ്ട്, തകം പാതകം കൊലപാതകം വാഴക്കൊലപാതകം യന്ത്രവാഴക്കൊലപാതകം കൊലപാതകം പാതകം തകം പം എന്ന് പറഞ്ഞൊരു കവിത, ഒരു കവിതയാണ്. ഇതാർക്കും മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള മൂല്യശോഷണം ഉണ്ടായിട്ടുള്ളൂ. അടിസ്ഥാനപരമായിട്ട് നല്ല കൃതി, ശ്രേഷ്ഠമായിട്ടുള്ള കൃതികളിൽ മൂല്യശോഷണം ഉണ്ടായിട്ടില്ല. ഈ കപടമായിട്ടുള്ള കൃതികളുണ്ട്, സ്യൂഡോ ആർട്ട് അല്ലെങ്കിൽ സ്യൂഡിയോമായിട്ടുള്ള നോവൽ, അങ്ങനെയുള്ള കൃതികൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. സന്തോഷം. സന്തോഷം. ഹരി ഓം. ഹരി ഓം. ഗിരിജാക്ക പറഞ്ഞു. ഹരി ഓം. ഏതായാലും ഇന്ന് ഇത്തരം, അതായത് കുഞ്ചൻ നമ്പ്യാര്, എഴുത്തച്ഛൻ, ഇവരെ കുറിച്ചൊക്കെയുള്ള ഇത്തരം കാര്യങ്ങൾ കുറെ കാലമായി ഇതേപ്പറ്റിയൊക്കെ ആലോചിച്ചിട്ട്, ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും കുറച്ച് നാളായിരുന്നു. സന്തോഷമുണ്ട്.
എന്തായാലും എൻ്റെ അഭിപ്രായം മൂല്യച്യുതിയൊന്നും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കാലത്തിന് അനുസൃതമായ രീതിയിലുള്ള കവിതകളും കഥകളും ഇപ്പോഴും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത് കൂടുതൽ ഇറങ്ങിച്ചെല്ലാഞ്ഞിട്ടാണ് നമ്മൾക്കത് മനസ്സിലാകാത്തതെന്നാണ് എൻ്റെ ഒരു അറിവ് തോന്നുന്നത്. അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരി ഓം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ എഴുത്തച്ഛന്റെ കാര്യം തന്നെ പറഞ്ഞ ഈ മൂല്യച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഴയ കാലത്തെ അത്തരം പുസ്തകങ്ങൾ, അത്തരം ഗ്രന്ഥങ്ങളിലെ ഓരോ കാര്യങ്ങളും ഇപ്പോഴും ഓരോ പോയിന്റായിട്ട് നമുക്ക് ഉപയോഗയോഗ്യമായ രീതിയിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും അത് മനസ്സിലാകാതെ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ സംസ്കൃതിയിലും എന്നാണ് എൻ്റെ അഭിപ്രായം. വായിച്ചറിയണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. തീർച്ചയായിട്ടും വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം നമ്മള് ഇത്രയും വലിയ വലിയ കൃതികൾ നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ നമ്മുടെ മലയാള ഭാഷയിൽ ഉണ്ടായിട്ടും നമ്മളത് വായിക്കാൻ മെനക്കെടുക അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് നഷ്ടമാണ്. അവസാനം പിന്നെ നമ്മൾ എന്ത് നേടി ജീവിതത്തിൽ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട് നമ്മൾ വലിയ ഭൗതികമായിട്ട് നേട്ടങ്ങളുണ്ട്, പക്ഷെ നമ്മൾ മാനസികമായിട്ടൊരു സാംസ്കാരികമായിട്ടുള്ളൊരു ഉന്നമനത്തിന് വേണ്ടിയുള്ള നമ്മൾ ഇത്തരം കൃതികൾ വായിക്കുന്നത്. അത് വായിക്കുന്ന ഒരു സന്തോഷം, അതിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് ഒരു സച്ചിദാനന്ദം തന്നെയാണ്. എഴുത്തച്ഛൻ്റെ അല്ലെങ്കിൽ വലിയ വലിയ കൃതികളൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ വരും തലമുറ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം അഭിപ്രായം. ഹരി ഓം. ഇപ്പൊ ചെറിയൊരു ചോദ്യം. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു 10, 100, 120 ആൾക്കാരുണ്ട്. ബന്ധുക്കൾ നമ്മൾ ദിവസവും കാണുന്നതാണ്. നമ്മളിങ്ങനെ പിന്നെ ഞായറാഴ്ച തോറും ഇങ്ങനെ ഒരു വിഷയം വെച്ച് നമ്മൾ ബൗദ്ധിക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ മലയാളത്തിനെ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ വായിക്കണം, കൂടുതൽ മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ കൂട്ടായ്മയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എന്തെങ്കിലും ഒരു നിർദ്ദേശം? തീർച്ചയായിട്ടും കൂട്ടായ്മയിലെ നിർദ്ദേശം മലയാളത്തിൽ നമുക്ക് ഒരു വായന രീതിയിൽ ഒരു വായനശാല പോലെ അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ കാലത്ത് പുസ്തകങ്ങൾ ഒരു പുസ്തകത്തെ നിർദ്ദേശിച്ചുകൊണ്ട് ആ പുസ്തകത്തിന്റെ ഒരു ചർച്ച, അപ്പൊ എല്ലാവർക്കും ഓരോ കോപ്പി വായിക്കാൻ വേണ്ടി കൊടുക്കുക, അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പുസ്തകത്തിന്റെ നിലവാരത്തെക്കുറിച്ചും പുസ്തകത്തിന്റെ ആസ്വാദനത്തെക്കുറിച്ചും ഒരു ചർച്ച ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഇത് നിർബന്ധമായിട്ട് വായിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ വലിയ വലിയ പുസ്തകങ്ങൾ വേണമെന്നില്ല, എല്ലാവരും തിരക്ക് ഉണ്ടാകും. അപ്പൊ ചെറിയൊരു പുസ്തകം, നോവലുകൾ, പുതിയ കഥകൾ അല്ലെങ്കിൽ കവിതകൾ ഒക്കെ എടുത്തിട്ടും ചർച്ചകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു, കാരണം ഒരുപാട് ഓൺലൈൻ പിന്നെ കൂട്ടായ്മകളിലും മറ്റ് ഇങ്ങനെ സാഹിത്യ ചർച്ചകൾ നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു പുസ്തകം, ഒരു വിഷയം കൊടുക്കുക, ആ പുസ്തകത്തിന്റെ ഒരു 10 കോപ്പി സംഘടിപ്പിക്കുക, എന്നിട്ട് അത് എല്ലാവർക്കും കൈമാറുക. അങ്ങനെ ആവുകയാണെങ്കിൽ പുസ്തകം വായിക്കുകയും ചെയ്യും, അതിനെ ആസ്വാദനം നടക്കുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്യും. അപ്പോ ഒരു അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ഒരു KSRTC ജീവനക്കാരുടെ വലിയൊരു സംഘടന വായനശാല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് വലിയ കൂട്ടായ്മയാണ്. ഇപ്പൊ കേരളം മുഴുവനുള്ള ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒരു ചർച്ചകൾ സംഘടിപ്പിക്കുകയും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ തന്നെ ഇപ്പൊ ഒരാൾ ചർച്ച സംഘടിപ്പിക്കും. ബെന്യാമിന്റെ ആടുജീവിതത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബെന്യാമിൻ തന്നെ അതിൽ പിന്നെ ഒരു ആളായിട്ട് വരികയും എഴുത്തുകാരനെയും കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കാവുന്ന രീതി. അപ്പോൾ വളരെ സന്തോഷമുണ്ടോ എന്താണ് ഉദ്ദേശിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ വലിയ ചർച്ചകൾ, ഓൺലൈൻ ചർച്ചകൾ സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും, അതെല്ലാവർക്കും പ്രയോജനപ്രദമായിരിക്കും. അറിയോ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു ബുക്ക് ആദ്യത്തെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഏതായിരിക്കണം ഒരു ചെറിയൊരു? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം ഇത് തന്നെയാണ്, ആടുജീവിതമാണ്. ആടുജീവിതം അത് എടുക്കുകയാണെങ്കിൽ, അതിപ്പോ സിനിമയായിട്ട് വന്നിട്ടുണ്ടല്ലോ, അതെടുക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ വിദേശത്ത് പോയിട്ട് പിന്നെ പെട്ടുപോയി, അത് നമ്മൾ ഭയങ്കരമായി ഫീൽ ചെയ്യിക്കുന്ന ഒരു പുസ്തകമാണ്. ആടുജീവിതമാണ് പിന്നെ ഫസ്റ്റ് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. 2 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റുപോയ പുസ്തകമാണ്. പെരുമ്പടം ശ്രീധരന്റെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള പുസ്തകമുണ്ട്. ദസ്തവേസ്കിയുടെ ജീവിതമാണ്, പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള മലയാളത്തിൽ മനോഹരമായിട്ടുള്ള കൃതി. ചെറിയ പുസ്തകമാണ്. അപ്പൊ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് എടുക്കുക. കാരണം അതായത് നമുക്ക് വായിച്ചിട്ടൊരു വലിയ ഒരു ഉന്മാദത്തിലേക്ക്, ഭയങ്കര സന്തോഷത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ്. ആടുജീവിതവും ഒരു സങ്കീർത്തനം പോലെ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ആദ്യമായിട്ട് നിർദ്ദേശിക്കുക. പിന്നെ അല്ല, ചെറിയ പുസ്തകങ്ങളാണ്, അത് നല്ല പുസ്തകങ്ങളാണ്, നോവലുകളാണ്. ചോദിച്ചോളൂ. ഹരിയോ,
അതെ, ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇന്ന് ഈ ആധുനികമായ കാലത്ത് ഈ വായനയ്ക്ക് വേണ്ടി ആരും സമയം മെനക്കെടുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. ഇന്റർനെറ്റും ഫോണും ഒക്കെ ആയിട്ട് ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരു തലമുറയായി മാറി. ആ കാലത്താണ്, അതുകൊണ്ടാണ് സാറ് പറഞ്ഞ പോലെ മഹാകാവ്യങ്ങളും ഇപ്പൊ വലിയ പുസ്തകങ്ങളൊന്നും വരാത്തത്. വലിയ പുസ്തകങ്ങളിലൊന്നും ആർക്കും അത്രയും നേരം വായിച്ചിരിക്കാനുള്ള ഒരു സമയമില്ല. ചെറിയ ചെറിയ നോവലുകളിൽ കൂടി അതൊക്കെയാണ് കൂടുതലായിട്ട് വായിക്കാൻ. ചെറിയ പുസ്തകങ്ങളാണ് എല്ലാവരും കുറച്ച് സമയം കൊണ്ട് വായിച്ചു തീർക്കാവുന്ന പുസ്തകം. അപ്പൊ അതാണ് ഇപ്പൊ ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എഴുത്തിൽ വന്നതെന്നാണ് എന്റെ ഒരു തോന്നൽ. അതുകൊണ്ടാണ് ഈ നോവലുകളൊക്കെ, ചെറിയ പുസ്തകങ്ങളൊക്കെ വരുന്നു, വലിയ കാവ്യങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ പിന്നെ എനിക്കിപ്പോ അണ്ണൻ പറഞ്ഞ പോലെ ഒരു അഭിപ്രായം, നമ്മുടെ ഈ ഭജന ഗ്രൂപ്പിന്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയില് ഏതെങ്കിലും ഒരു ദിവസങ്ങളില് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ചെറുകഥയാ അല്ലെങ്കിൽ ചെറുകഥ വായിക്കാനും അവതരിപ്പിക്കാനും, അല്ലെ കവിതകൾ വായിക്കാനും, അതിനെ ആസ്വദിക്കാനും, അതുപോലെയുള്ള ഇപ്പൊ നോവലുകൾ, ഇപ്പൊ പറഞ്ഞ പോലെ ആടുജീവിതം, ഇതുപോലുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങളെ കുറിച്ച് ഒന്ന് ചർച്ചകളും ഒരു സംവാദങ്ങളും, നമ്മൾ അന്ന് പറഞ്ഞല്ലോ സന്തോഷം കിട്ടുന്നതിൽ ഒരിനം സാഹിത്യം ആണെന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള ചർച്ചകൾ ഈ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ ആഴ്ചയിൽ ഒരിക്കല് ഇടയ്ക്ക് അങ്ങനെയുള്ള ഒരു ചർച്ചകൾ കൂടി ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അതെ അത് അതിനൊരു അണ്ണനൊരു ആലോചിച്ചിട്ടൊരു ഇതുണ്ടാക്കുന്നത് നല്ലതായിരിക്കും. സന്തോഷമുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചർച്ച. മാത്രമല്ല പിന്നെ മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ആൾക്കാർ ചിലപ്പോൾ എഴുതുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അവരവരുടെ അനുഭവങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ സർവീസ് സ്റ്റോറി, അതൊക്കെ എല്ലാവർക്കും അനുഭവങ്ങളുണ്ടല്ലോ. ഒരാളുടെ അനുഭവങ്ങൾ എഴുതി വായിക്കുക തന്നെ അങ്ങനെയും സംഭവിക്കാം. അല്ലെങ്കിൽ കഥകൾ എഴുതാം, എല്ലാവർക്കും കഥകൾ എഴുതാം. അങ്ങനെ കഥാമത്സരങ്ങൾ സംഘടിപ്പിക്കുക, മത്സരം എന്നുള്ളൊരു സമ്മാനം കിട്ടുന്ന രീതിയിൽ ഓരോരാൾക്ക് അനുഭവങ്ങൾ. അപ്പോൾ ഒരു അനുഭവത്തെ പിന്നെ 2-3 പേജുകൾ ആക്കിയിട്ട് ഒരു വ്യക്തിയുടെയും മെമ്പറുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഓർമ്മകൾ എഴുതുക. അങ്ങനെ അവരവരുടെ സാഹിത്യ സൃഷ്ടികളും ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പൊ അവർക്ക് എഴുതാനും പിന്നെ കുറെ കഴിഞ്ഞ് കുറെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ എഴുതിയിട്ട് പുസ്തകങ്ങളാക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നു, പണ്ടത്തെ കാലത്ത് ഒരു പുസ്തകം വിറ്റ് പിന്നെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു 1000, ജനസംഖ്യയും കുറവായിരുന്നു, 1000 കോപ്പി പോലും വിറ്റ് തീരെ വളരെ പ്രയാസമായിരുന്നു. പക്ഷെ ഇന്ന് 1000 കോപ്പി 2000 കോപ്പി ഒക്കെ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു, 2 ലക്ഷത്തിലധികം കോപ്പികൾ പുസ്തകം വിറ്റ് പോകുന്നുണ്ട്. പണ്ട് നമ്മൾ വിറ്റുപോയത് ചങ്ങമ്പുഴ രമണനാണ്, 25 ലക്ഷത്തിലധികം കോപ്പികൾ രമണൻ വിറ്റുപോയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ പിന്നെ പുസ്തകങ്ങൾ ആൾക്കാരുടെ കൂടുന്ന സമയത്ത് പുസ്തകങ്ങൾ വിറ്റ് പോകുന്നുണ്ട്, വലിയ വലിയ എക്സിബിഷന് പുസ്തകങ്ങൾ വിറ്റ് പോകുന്നു. പക്ഷെ വരുന്ന തലമുറയെ, നേരത്തെ പറഞ്ഞ ഇന്റർനെറ്റും പിന്നെ മൊബൈലിനൊക്കെ അടിമയായി പോയി വരുന്ന തലമുറയെ വായനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ ഇപ്പോൾ, അതായത് തുടക്കം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ അവര് നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ഒരു സമ്മാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കും. അവർ വായനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ആ വായനയിൽ ആ ഒരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല വായനക്കാരായി മാറും എന്നുള്ളതാണ് കാര്യം. താങ്ക് യു സർ. ഹരിയും. അപ്പോൾ നമ്മുടെ ഭൗതികിന്റെ സമയം പൂർണ്ണമാവുന്നു. ഇന്ന് നമുക്ക് ഇവിടെ എത്തി മധുരം മലയാളം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച നാലപ്പാടൻ പത്മനാഭൻ സാറിന് നമ്മുടെ എല്ലാവരുടെ പേരിലും നമ്മുടെ സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. മലയാളം, നമ്മുടെ ഇതൊരു മലയാളം ഡിവിഷനാണ്. മലയാളം വളർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ യോഗയും ഇവിടെ വളരാൻ സാധിക്കുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ എഴുത്തുകാരും വായനക്കാരും കൂടട്ടെ. എനിക്ക് തോന്നുന്നു ഇനിയും അതൊരു വലിയൊരു വിഷയമായിരിക്കാം. ഈ എങ്ങനെയാണോ ബിസിനസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡോളറാണല്ലോ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആ ഡോളറിന്റെ വാല്യൂ കുറയുമ്പോൾ നമുക്ക് പ്രാദേശികമായിട്ടുള്ള ഭാഷയും കലകളൊക്കെ വളരും എന്നാണ് പറയുന്നത് എക്കണോമിക്സും പല ആൾക്കാരും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാഷ, ഈ ഭാരതത്തിന്റെ തനതായ കൾച്ചർ, ഇതെല്ലാം വളരും, ഇനിയും കൂടുതൽ വളരും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി മുൻപോട്ട് നല്ല കാലമാണ്. എല്ലാ ഭാഷകൾക്കും എല്ലാ ഭാരതീയ കലകൾക്കും നല്ല സമയമാണ്. അപ്പൊ എല്ലാവർക്കും നമുക്ക് കൂടുതൽ ബുക്കും സാറ് പറഞ്ഞ നിർദ്ദേശം പോലെ നമുക്ക് ആടുജീവിതം ബുക്ക് എടുത്ത് നമുക്ക് പറ്റുവാണെങ്കിൽ അടുത്ത 2-3 ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊന്ന് തുടങ്ങി നോക്കാം. അപ്പോൾ ഇത്രയും നിർദ്ദേശവും ഈ ചോദ്യങ്ങളുടെ ഉത്തരമെല്ലാം പറഞ്ഞ സാറിന് നന്ദി. അതേപോലെ പ്രീജിത അക്ക ഇവിടെ നമ്മുടെ സാറിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അക്കയ്ക്കും നന്ദി.
ഇന്നത്തെ ഭൗതിക് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വേറൊരു വിഷയത്തിൽ നമുക്ക് ഭൗതിക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹരി ഹരി ഓം. നമസ്കാരം.